ഗവർണർ കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ വളരെ സൗമ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോഴേ നമുക്ക് തോന്നിയതാണ് ഇതത്ര നല്ല രീതിയിലല്ല. ജിമ്മി പറഞ്ഞതുപോലെ കാതുള്ളം പോയപ്പോൾ കടുക്കനിട്ട് വന്നു എന്നുള്ളതാണ് ഗവർണറുടെ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത്. ഇന്ന് ഗവർണർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ പ്രതിഷേധം എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇതെന്താ അത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ? ഇത് ജനാധിപത്യമാണോ? ഗവർണർ ഹാളിലേക്ക് എത്താൻ അനുവദിക്കുന്നില്ല. ഇതൊക്കെ നേരെ കേന്ദ്രത്തിലേക്ക് ചോദിച്ചാൽ മതി ഗവർണർ. അല്ലാതെ കേരളത്തിൽ ആരോടാ ചോദിക്കുന്നത്? ഇതാണ് അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്. ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ല. ഇതിനകത്ത് ഇവരെ രാജാക്കന്മാരല്ല ഭരിക്കുന്നത്. ഇത് ജനാധിപത്യമാണ് ഇവിടെ. അതാണ് ഭരണഘടനയ്ക്ക് അടിസ്ഥാനമായിട്ടാണ് ഈ പറയുന്ന ഗവർണർ അടക്കം നിൽക്കുന്നത്. ഗവർണർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ അധിപൻ എന്നാക്കി കൊടുക്കുന്നത് എന്തുകൊണ്ട് ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ അദ്ദേഹത്തോട് സഹകരിക്കും, നടപ്പിലാക്കിയാൽ അദ്ദേഹത്തെ എതിർക്കുമെന്നുള്ളതാണ്. SFI ആയാലും DYFI ആയാലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും ആരാണെങ്കിലും കേരളത്തിൽ ഇമാതിരിയുള്ള ഒരു പരിപാടിക്ക് നിന്ന് കൊടുക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആഹർലേക്കറിൻ്റെ മുന്നിൽ മാത്രമല്ല ആരിഫ് മുഹമ്മദിന് മുന്നിലും തോറ്റു കൊടുത്തിട്ടില്ല. എന്തിനാണ് ഈ ചെറിയ കുട്ടികൾ റോഡിലിറങ്ങി കൈകൂടി കാണിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് വെല്ലുവിളിച്ചത്? ആരെയാണ്? ചെറിയ കുട്ടികളെയാണ്. ചെറിയ കുട്ടികളെ പോലും പറയുന്നത് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഗവർണർമാരാണ് സംസ്ഥാനത്ത് ഇരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ആരോടത് പറയാൻ പറ്റുക?